ഹായ്, ഞാൻ ഡോക്ടർ ഷഹനാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രഗ്നൻസിയിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു കണ്ടീഷനെക്കുറിച്ചാണ്. അനീമിയ. എന്താണ് അനീമിയ? നമ്മുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന ഒരു കണ്ടീഷനാണ് അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയയാണ് ഏറ്റവും കൂടുതൽ ഗർഭിണികളിൽ കാണുന്നത്. ഈ അനീമിയ കാരണം അമ്മയ്ക്കും കുഞ്ഞിനും പ്രഗ്നൻസിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. ആദ്യമായി അയൺ സപ്ലിമെൻറ്റ്സ് ഡെയിലി കറക്റ്റായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അയൺ ടാബ്ലറ്റും കാൽഷ്യം ടാബ്ലറ്റും ഒരുമിച്ച് കഴിക്കാതിരിക്കുക. അയൺ ടാബ്ലറ്റ് കഴിക്കാൻ എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷേ അയൺ ടാബ്ലറ്റ് ഡെയിലി വൺസ് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എംപ്റ്റി സ്റ്റമക്ക് അല്ലെങ്കിൽ വെറും വയറ്റിൽ വേണം അയൺ ടാബ്ലറ്റ് കഴിക്കാൻ. ഇത് അയണിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കും. അയൺ അബ്സോർപ്ഷൻ സഹായിക്കുന്ന വേറെയും ഭക്ഷണങ്ങളുണ്ട്. അതായത് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡാണ് അയണിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്നത്. അതായത് നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് ജ്യൂസ് എന്നിവയെല്ലാം അയണിൻ്റെ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡാണ്. ഇത് അതിൻ്റെ കൂടെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അയൺ ടാബ്ലറ്റ് എടുത്ത ശേഷം ചായ, കാപ്പി ഇവയൊക്കെ 4 മണിക്കൂറെങ്കിലും ഗ്യാപ്പോടെ വേണം എടുക്കാൻ. അല്ലെങ്കിൽ അയൺ നമ്മുടെ ശരീരത്തിൽ അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല. നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവൽസ് കൂടുകയും ഇല്ല. നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ ലെവൽസ് കൂടാൻ വേണ്ടി അയൺ ടാബ്ലറ്റ് കഴിക്കുന്നതോട് കൂടെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഡയറ്റും കഴിക്കാൻ ശ്രദ്ധിക്കുക. ഏതൊക്കെ ഫുഡിലാണ് അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത്? ബീഫ്, മുട്ട, ഡേറ്റ്സ്, ലീഫി വെജിറ്റബിൾസ് അതായത് ഇലക്കറികളിലെല്ലാം തന്നെയും, പിന്നെ പൾസസ് പയറുവർഗ്ഗങ്ങളിലെല്ലാം തന്നെയും അയൺ കണ്ടൻറ്റ് ധാരാളമുണ്ട്. ഇവയെല്ലാം ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അയൺ ടാബ്ലറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ടും അയൺ ലെവൽസ് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ ലെവൽസ് കൂടുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. അവസാനത്തെ മാസങ്ങളായിട്ടും ഹീമോഗ്ലോബിൻ ലെവൽ കൂടുന്നില്ലെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് അയണിൻ്റെ ഇഞ്ചെക്ഷൻസ് നിർദ്ദേശിക്കുന്നതാണ്. ഡെലിവറി സമയത്ത് ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് പ്രസവശേഷം അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡെലിവറി കഴിഞ്ഞും അയൺ ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറവാണെങ്കിൽ കുഞ്ഞിന് അനീമിയ വരാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞിന് വെയിറ്റ് കുറവ് വരാം, വളർച്ചക്കുറവ് വരാം, എന്നിങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവാം. അതിനാൽ അയൺ ടാബ്ലറ്റ് പ്രഗ്നൻസി സമയത്തും അതിനുശേഷവും കറക്റ്റായിട്ട് എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്